ഹായ് മക്കളെ, എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആന്റൺ ചെക്കോ എഴുതിയ വാങ്ക എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയിലെ വാങ്കയുടെയും അതുപോലെ ഗ്രാൻഡ് ഫാദറിൻ്റെയും ക്യാരക്ടർ സ്കെച്ചാണ് ഇന്നത്തെ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് പങ്കുവയ്ക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ആദ്യം വാങ്കയുടെ ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോവാം. വാങ്ക, the 9-year-old orphan child, was the protagonist of the story titled as Vanga, scripted by the celebrated Russian short story writer Anton Chekhov. ഇപ്പോൾ റഷ്യൻ ചെറുകഥ എഴുത്തുകാരനായ ആന്റൺ ചെക്കോവ് എഴുതിയ വാങ്ക എന്ന ചെറുകഥയിലെ പ്രൊട്ടാഗോണിസ്റ്റാണ്, ഹീറോ ആണ്, നായകനാണ് 9-year-old ചൈൽഡ് വാങ്ക. 9 വയസ്സ് പ്രായമുള്ള ഓർഫൻ, അനാഥനായ വാങ്ക. He was brought up by his grandpa Konstantin Makharych, an old man at his late 60s, the only relation left to him in this entire world. ഗ്രാൻഡ്പയാണ് വാങ്കയെ വളർത്തി വലുതാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് കോൺസ്റ്റന്റൈൻ മെക്കാറിച്ച് എന്നാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അദ്ദേഹം, വാങ്കയ്ക്ക് ഈ ലോകത്ത് ഒരേ ഒരു ബന്ധുവായിട്ടുള്ളത് ഈ ഗ്രാൻഡ്പ ആയിട്ടുള്ള കോൺസ്റ്റന്റൈൻ മെക്കാറിച്ച് ആണ്. വാങ്ക loved his grandpa too much and his grandpa too reciprocated the same. വാങ്ക തൻ്റെ ഗ്രാൻഡ്പയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാൻഡ്പയ്ക്കും വാങ്കയോട് സ്നേഹമുണ്ട്. He was as happy as a lark when he was with grandpa. ഗ്രാൻഡ്പയുടെ കൂടെ താമസിച്ചിരുന്ന കാലത്ത് വാങ്ക ഒരു ലാർക്കിനെ പോലെ, ഒരു വാനമ്പാടിയെ പോലെ, ഒരു സ്കൈലാർക്കിനെ പോലെ വളരെ സന്തോഷവാനായിരുന്നു. As Konstantin Makharych was getting older, he decided to send him to the safer hand, a safer place. എന്നാൽ കോൺസ്റ്റന്റൈൻ മെക്കാറിച്ചിന് വൃദ്ധനായതോടുകൂടി, വയസ്സായതോടുകൂടി അദ്ദേഹം വാങ്കയെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ വാങ്കയെ ഒരു സുരക്ഷിതമായ കയ്യിൽ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. It was getting hard for old man to take care a little Vanga any longer. കാരണം വളരെ വൃദ്ധനായ അദ്ദേഹത്തിന് വാങ്കയെ പോലെയുള്ള ഒരു കുട്ടിയെ കെയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമായി. Therefore, Vanga was sent to Moscow to learn shoemaking as an apprentice under Alyakin, the shoemaker. അതുകൊണ്ട് വാങ്കയെ മോസ്കോയിലേക്ക് അദ്ദേഹം അയച്ചു. എന്തിനാ അയച്ചത്? ലേൺ ഷൂ മേക്കിംഗ് പഠിക്കാൻ. ആരുടെ കീഴിലായിരുന്നു? അലിയാക്കിൻ എന്ന് പറയുന്ന ഒരു ഷൂ മേക്കറുടെ കീഴിൽ അപ്രന്റീസ് ആയിട്ട് ജോലി ചെയ്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. Little did Vanga and his old grandpa know about the trouble they were inviting unwittingly. എന്നാൽ വാങ്കയോ വൃദ്ധനായ വാങ്കയുടെ ഗ്രാൻഡ്പയോ എന്ത് തിരിച്ചറിഞ്ഞില്ല? അൺവിറ്റിംഗ്ലി ഇൻവൈറ്റിംഗ്, അവർ അറിയാതെ അവർ ക്ഷണിച്ചു വരുത്തിയത് എന്തായിരുന്നു? ട്രബിൾസ്, പ്രശ്നങ്ങളിലേക്കായിരുന്നു വാങ്കയെ അയച്ചത്. പ്രശ്നങ്ങളെയാണ് ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നതിനെ കുറിച്ച് ഒരു വസ്തുതയെ പോലും, ഒന്നുപോലും അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞില്ല. Vanga, the little boy, and his childhood joys were thrown to the wilderness at the hand of a cruel master. വാങ്ക എന്ന് പറയുന്ന ആ കുഞ്ഞുകുട്ടിയുടെ, അവൻ്റെ ബാല്യകാലത്തെ സന്തോഷത്തെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യായിരുന്നു? ക്രൂരനായ ഒരു ഷൂമേക്കറുടെ, യജമാനൻ്റെ കൈകളിലേക്ക് എന്ത് ചെയ്യായിരുന്നു? വലിച്ചെറിയപ്പെടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. All the bliss and joys a child could hope for was crushed under his boots. ആ ഒരു കുഞ്ഞുകുട്ടിയുടെ മുഴുവൻ സന്തോഷത്തെ, പ്രതീക്ഷയൊക്കെ എന്ത് ചെയ്തു? ആ ക്രൂരനായ വ്യക്തിയുടെ ബൂട്ടുകൾക്കടിയിൽ, കാൽച്ചുവട്ടിൽ എന്ത് ചെയ്തു? ക്രഷ് ചെയ്തപ്പെട്ടു, ചവിട്ടി മെതിക്കപ്പെട്ടു, ചവിട്ടി അരയ്ക്കപ്പെട്ടു. Vanga had a hellish existence that അലിയാക്കിൻ്റെ വീട്ടിൽ വാങ്കയ്ക്ക് എന്താ ഉണ്ടായിരുന്നത്? ഹെല്ലിഷ് ആയിട്ടുള്ള, നരക തുല്യമായിട്ടുള്ള ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഹാഡ് ടു പെർഫോം സ്ട്രെയിനിയസ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കഠിനാധ്വാനം. അപ്പോൾ ഈ ഹാഡ് ടു പെർഫോം സ്ട്രെയിനിയസ് വർക്ക്, വളരെ കഠിനമായി അധ്വാനിക്കേണ്ടി വന്നു, ജോലി ചെയ്യേണ്ടി വന്നു വാങ്കയ്ക്ക്. ആൻഡ് ഹാസ് ബീറ്റൺ അപ്പ് ഓൾ എ വൈൽ ഫോർ നോ ഫാൾട്ട് ഓഫ് ഹിസ് ഓൺ.
അവൻ്റേതായിട്ടുള്ള തെറ്റുകളില്ലെങ്കിലും, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എന്ത് ചെയ്തു? ഹി വാസ് ബീറ്റൺ. അവൻ എന്ത് ചെയ്യപ്പെട്ടു? അടിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു, തല്ല് കിട്ടപ്പെട്ടു അവന് എന്ന്. At times, the master would beat him with anything that he gets in his hand. ചില സമയത്തൊക്കെ എന്ത് ചെയ്യും? മാസ്റ്റർ, യജമാന് വാട്ടവർ അല്ലെ, എന്ത് തന്നെയാണെങ്കിലും വിത്ത് ഹിസ് ഹാൻഡ്, അയാളുടെ കയ്യിൽ, ഹി ഗെറ്റ് ഇൻ ഹിസ് ഹാൻഡ്, അയാളുടെ കയ്യിൽ എന്ത് കിട്ടിയാലും കിട്ടിയ സാധനം ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഹി വുഡ് ബീറ്റ് ഹിം. അയാൾ എന്ത് ചെയ്യാറുണ്ട്? തല്ലാറുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ ഷൂ ഒക്കെ മേക്ക് ചെയ്യുന്ന ലാസ്റ്റ്സ് വെച്ചിട്ട്, അതുപോലെ വീപ്പ് ചാട്ട വെച്ചിട്ട്, അതുപോലെ മീനൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവന് തല്ലിയിട്ടുണ്ട്. വൺസ് ഹി ഹാഡ് ബീറ്റൺ വിത്ത് ഹിം ദ ലാസ്റ്റ് ആൻഡ് ഡ്രാഗ്ഡ് ഹിം ബൈ ഹിസ് ഹെയർ. ഒരിക്കലും അങ്ങേ എന്ത് ചെയ്തു? ലാസ്റ്റ് കൊണ്ട് അടിച്ചു, എന്നിട്ട് മുടി പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഡ്രാഗ്, വലിച്ചിഴച്ചു എന്നാണ്. അറ്റ് നൈറ്റ് വാങ്ക ഹാഡ് ടു റോക്ക് ദെയർ ബേബി ടു സ്ലീപ്പ്. അല്ല, മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്ത് രാത്രി അവരുടെ കുഞ്ഞിനെ എന്ത് ചെയ്യണം? വാങ്ക വേണം ആ കുട്ടിയെ റോക്ക് ചെയ്ത് തൊട്ടിലാട്ടിക്കൊണ്ട് എന്ത് ചെയ്യാനോ? ഉറക്കാൻ. ഹി വാസ് നോട്ട് ഗിവൺ ബെഡ് ടു സ്ലീപ്പ് ഇൻ. അപ്പോൾ ഉറങ്ങാൻ അവനെന്ത് കിട്ടിയില്ല? സമയം കിട്ടിയിരുന്നില്ല. ഹി സ്ലെപ്റ്റ് ഇൻ ദ പാസേജ്. ആളുകൾ നടക്കുന്ന ആ നടവഴിയിൽ ആയിരുന്നു അവൻ എന്ത് ചെയ്ത്? ഉറങ്ങാൻ നൽകിയിരുന്നത്. ഓർ ഹി ഹാഡ് നോട്ട് എനി സ്ലീപ്പ് അറ്റ് ആൾ. അല്ലെങ്കിൽ അവന് ഉറങ്ങാനുള്ള സമയം തന്നെ കിട്ടിയില്ല എന്ന് നമുക്ക് പറയാം. എവറി ഡേ ഹി വേക്സ് അപ്പ് സ്ലീപ്പ് ഡിപ്രൈവ്ഡ്. അങ്ങനെ എല്ലാ ദിവസവും വളരെ നിരാശയോടുകൂടി, ഉറക്കം നഷ്ടപ്പെട്ടായിരുന്നു അവൻ എന്ത് ചെയ്തിരുന്നത്? എണീറ്റിരുന്നത് എന്ന്. ഇൻ അഡീഷൻ ടു ഓൾ ദിസ് ഹി വാസ് നോട്ട് പ്രൊവൈഡഡ് ഇനഫ് ഫുഡ്. ഇത് മാത്രമല്ല, ഇതിനു പുറമെ ആവശ്യമുള്ള ഭക്ഷണവും അവരവന് നൽകിയിരുന്നില്ല. എ ഫ്രഗൈൽ Gruel adorned his menu. All the other senior apprentices also made his life too miserable. അപ്പോൾ അവന് എന്ത് മാത്രമാണ്? ഗ്രുവൽ മാത്രമല്ലേ, കഞ്ഞി മാത്രമാണ് അവന് കിട്ടിയിരുന്നത്, ബാക്കിയൊന്നും അവന് നൽകിയിരുന്നില്ല എന്നാണ്. ഇനി അത് മാത്രമാണ്, യജമാനൻ മാത്രമാണോ അവനെ ശിക്ഷിച്ചിരുന്നത്? സീനിയർ അപ്രന്റൈസുകളും വാങ്കയുടെ ലൈഫ് മിസറബിൾ, ദുരിതപൂർണമാക്കിയിരുന്നു. They would send him to tavern, force him to get vodka from there. സീനിയേഴ്സ് അപ്രന്റീസ് എന്ത് ചെയ്യും? വാങ്കയെ പറഞ്ഞയക്കും ടാവേണിൽ, മദ്യശാലകളിലേക്ക് പറഞ്ഞയച്ചിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും? വോഡ്ക അവനെ കൊണ്ട് വാങ്ങിപ്പിക്കുമായിരുന്നു. കമ്പൽ ടു ഹിം ടു സീൽ ദ മാസ്റ്റേഴ്സ് കുക്കുംബർ. യജമാനിൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യും? കുക്കുംബർ സ്റ്റീൽ ചെയ്യാൻ, മോഷ്ടിക്കാനും വാങ്കയെ അവർ നിർബന്ധിച്ചിരുന്നു. Vanga was reared truthful and honest by his mother, who died at an early age. എന്നാൽ തൻ്റെ ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്ത് മരിച്ചുപോയ തൻ്റെ അമ്മയോടുള്ള സ്നേഹം, അല്ലേ, അവരോടുള്ള സത്യസന്ധത, അത് അങ്ങേയറ്റം വാങ്ക മനസ്സിൽ താലോലിച്ചിരുന്നു, സൂക്ഷിച്ചിരുന്നു. Hence, he would protest and thereby incur more to their tortures and punishment. അപ്പോൾ അവന് അവരുടെ ആ പണിഷ്മെൻറ്റുകളെ, പീഡനങ്ങളെ അല്ലെങ്കിൽ ശിക്ഷകളെ എന്ത് ചെയ്യായിരുന്നു? എതിർക്കാനുള്ള ശേഷി അവനുണ്ടായിരുന്നില്ല. He was insulted and harassed mentally as well as physically. അപ്പോൾ മെൻ്റലി, മാനസികമായിട്ടും ഫിസിക്കലി, ശാരീരികമായിട്ടും അവൻ എന്ത് ചെയ്യപ്പെട്ടിരുന്നു? ഹറാസ് ചെയ്യപ്പെട്ടിരുന്നു. യജമാനനും യജമാനത്തിയും മറ്റുള്ള തൊഴിലാളികളും ഒക്കെ അവനെ പീഡിപ്പിച്ചിരുന്നു എന്നാണ്. അലിയാക്കിൻസ് വൈഫ് ടു വാസ് നോട്ട് ഫാർ ബിഹൈൻഡ് ദ അസൾട്ടിങ് ദ ചൈൽഡ്. ഈ കുട്ടിയെ അസൾട്ട് ചെയ്യുന്നതിൽ, ഈ വാങ്കയെ ദ്രോഹിക്കുന്നതിൽ ഒട്ടും പിറകിലല്ലായിരുന്നു ആര്? അലിയാക്കിൻ്റെ ഭാര്യയും. ഷീ ഷവേഴ്സ് ഹർ wrath on him by smearing fish on him for unknowingly cutting the fish at the tail end. ഷീ ഷോവേഴ്സ് എന്ത് പ്രകടിപ്പിച്ചിരുന്നു? റാത്ത് എന്ന് പറഞ്ഞ കോപം, ദേഷ്യം, ആംഗ്രി അവനോട്. എങ്ങനെയാ? ഒരു ദിവസം എന്ത് ചെയ്തു? സ്മിയറിങ് ഫിഷ് ഓൺ ഹിസ് ഫേസ്, അവൻ്റെ മുഖത്ത് മീൻ വെച്ച് തേച്ചു, അല്ലേ? എന്തുകൊണ്ടാ? അവന് മീന് കട്ട് ചെയ്യാൻ അറിയില്ല. മീൻ കട്ട് ചെയ്യുന്നത് വാലിൽ നിന്ന് തുടങ്ങിയപ്പോഴാണ് അവരെന്ത് ചെയ്തു? ആ മീനെടുത്ത് അവൻ്റെ മുഖത്ത് തേച്ചത് എന്ന്. In short, life at Moscow for Vanga was below the dignity of a dog. അപ്പോൾ ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞ, മോസ്കോയിൽ വാങ്കയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഡോഗിൻ്റെ ലൈഫിനേക്കാൾ, ഒരു പട്ടിയുടെ ജീവിതത്തേക്കാൾ തരം താഴ്ന്ന ജീവിതമായിരുന്നു. But even amidst of the woeful tale struggle, he remembers fondly the happy day he spent with his grandpa.
എന്നാൽ ഈ ഓഫുൾ ആയിട്ടുള്ള ദുഃഖകരമായ ഈ കഥകൾക്കിടയിലും അമിഡ്സ്റ്റ് അതിൻ്റെ മധ്യത്തിലും അവൻ എന്ത് ചെയ്തിരുന്നു? ഓർമ്മയിൽ താലോദിക്കുന്നുണ്ട് അല്ലെ, റിമെമ്പർ ഫോണ്ട്ലി എന്ന വളരെ മനോഹരമായിട്ടുള്ള സന്തോഷകരമായ ദിനങ്ങൾ അവൻ മനസ്സിൽ താലോലിക്കുന്നു. ഏത് ദിനങ്ങളാ? ഈ സ്പെൻഡ് വിത്ത് ഹിസ് ഗ്രാൻഡ് പാൻ്റെ കൂടെ അവൻ ചിലവഴിച്ചിരുന്ന ദിവസങ്ങളെ കുറിച്ചോർത്തു. He has huge faith in him. He believes strongly that he would stand by him all the time. കാരണം വാങ്കയ്ക്ക് ഒരു ഹ്യൂജ് ഫെയ്ത്ത് ഉണ്ട്, ഒരു വലിയ വിശ്വാസമുണ്ട്. എന്താണ്? അവൻ വിശ്വസിക്കുന്നുണ്ട് ഹി വുഡ് സ്റ്റാൻഡ് ബൈ ഹിം, ഗ്രാൻഡ് തൻ്റെ കൂടെ നിൽക്കുമെന്നും തന്നെ രക്ഷിക്കുമെന്നും അവൻ കരുതുന്നുണ്ട്. ദിസ് ഹോപ്പ് ഇൻ ഹിം മെയ്ഡ് ഹിം റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് pleading him to save him from the monster and his ilk. അപ്പോൾ ഈ ഒരു പ്രതീക്ഷ കൊണ്ടാണ്, ഈ ഒരു ഹോപ്പ് കൊണ്ടാണ് ഗ്രാൻഡ് പേയോട് പ്ലീഡ് ചെയ്തുകൊണ്ട്, റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഈ മോൺസ്റ്ററുടെ അടുത്തുനിന്ന്, ഈ ക്രൂരനായ ദുഷ്ടനായ ഈ മോൺസ്റ്റർ അല്ല, ഈ ഭീകര ജീവിയുടെ അടുത്ത് നിന്ന്, അയാളുടെ ദുഷ്ടതകളിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ ഗ്രാൻഡ് പായോട് വരാൻ പറഞ്ഞുകൊണ്ട് വാങ്ക കത്തുകൾ എഴുതുന്നത്. വാങ്ക വാസ് എ ഗോഡ് ഫിയറിങ്, സിൻസിയർ, കെയറിങ്, തോട്ട്ഫുൾ ചൈൽഡ്. ഇനി വാങ്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാങ്ക വളരെ ഗോഡ് ഫിയറിങ്, ദൈവഭയമുള്ള, ആത്മാർത്ഥതയുള്ള, മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന, വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഈ അഷ്വർ ഇൻ ഹിസ് ലെറ്റർ ടു ഗ്രാൻഡ് പാ ദാറ്റ് ഹി വുഡ് ഡു എനിത്തിങ് ഫോർ ഹിം. തൻ്റെ കത്തിൽ ഗ്രാൻഡ് പേക്ക് അഷ്വർ ചെയ്തു, ഉറപ്പ് ചെയ്തു നൽകുന്നുണ്ട്, സത്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ഗ്രാൻഡ് പേക്ക് വേണ്ടി താൻ എന്തും ചെയ്യാമെന്ന്. ഈവൻ ഹി വുഡ് പ്രേ ഫോർ ഹിസ് സോൾ വൺ ഹി ഹാസ് ഒഫെൻസീവ് ഫെയർവെൽ ടു ദിസ് വേൾഡ് എന്നാണ്. ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയാൽ, അതായത് ഗ്രാൻഡ് പ മരിച്ചു പോയാലും ആ ഗ്രാൻഡ് പയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? താൻ പ്രാർത്ഥിക്കാം, ഗ്രാൻഡ് പയുടെ സോളിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊക്കെ വാങ്ക ഉറപ്പ് നൽകുന്നുണ്ട്. വാങ്ക ഷോസ് ഇൻഫിനിറ്റ് കറേജ് ടു വിത്ത്സ്റ്റാൻഡ് ദ ഹാർഡ്ഷിപ്പ്. ഈ കഠിനമായ യാതനയ്ക്കിടയിൽ എങ്ങനെ നിലനിൽക്കാം എന്നുള്ളത്, അത് ഒരിക്കലും ഇൻഫിനിറ്റ് ആയിട്ടുള്ള, അനന്തമായ, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ധീരത വാങ്ക കാണിക്കുന്നുണ്ട്. ഇതിനെ എന്ത് ചെയ്യാൻ, തരണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനെ മറികടക്കാൻ. സിൻ ഹീസ് 9-year-old ചൈൽഡ് ഈസ് ടു യങ് ടു ബി സെൻഡ് അവേ. കാരണം അവനെന്താണ്, ഒരു 9 വയസ്സുകാരനായ ഒരു കുഞ്ഞുകുട്ടിയാണ്. അപ്പോൾ ഇവിടുന്ന് ഓടിപ്പോവാനുള്ള അത്ര കറേജൊന്നും അവനില്ല. ബട്ട് ഒബീഡിയൻറ്റ്ലി ഹി കീപ് ദ വേർഡ് ഓഫ് ഹിസ് ഗ്രാൻഡ് പാ. എന്നാൽ ഗ്രാൻഡ് പയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവൻ വളരെ അനുസരണയോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? വാക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തോളാം, പ്രാർത്ഥിച്ചുകൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈസ് ടു ക്വിക്ക്, ലേണർ ആൻഡ് ഗുഡ് ഹ്യൂമൻ ബീയിങ് അറ്റ് ഹാർട്ട്. നല്ലൊരു മനസ്സുള്ള ഒരു കുട്ടിയാണ്, പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഈ ഫോർവേഡ് ഈസ് റിഗാർഡ് ടു ഹിസ് അക്വൈൻറ്റൻസ് ആൻഡ് ക്ലോസ് കണക്ഷൻ. ആ കത്തിൽ വാങ്ക പറയുന്നുണ്ട് തൻ്റെ സുഹൃത്തുക്കളോട് അന്വേഷണം പറയാൻ, അല്ലേ, താനുമായി ബന്ധമുള്ള തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളോടും ഒക്കെ എന്ത് ചെയ്യുക, അന്വേഷണം പറയാൻ വാങ്ക ആ കത്തിലൂടെ അറിയിക്കുന്നുണ്ട്. He fell as victim of child labor and represents 10 of thousands of such children under captivity. അപ്പോൾ വാങ്ക എന്ന് പറഞ്ഞാൽ ചൈൽഡ് ലേബറിൻ്റെ, ബാലവേലയുടെ ഒരു ഇരയാണ്. അപ്പോൾ ഇതുപോലെ 10,000-കണക്കിന് കുട്ടികൾ ബാലവേലയുടെ ഇരകളായിട്ട് ജോലി ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാപ്ഡ്, കെണിയിൽപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു കുട്ടിയാണ് ആരെന്ന് പറയുന്നത്? വാങ്ക എന്ന് പറയുന്നത്. ചിൽഡ്രൻ മോസ്റ്റ്ലി പുവർ ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വർ ബീയിങ് എക്സ്പ്ലോയിറ്റഡ്. വളരെ ദാരിദ്ര്യമായി കഴിയുന്ന, അനാഥരായി കഴിയുന്ന കുട്ടികളെ പലപ്പോഴും ഇത്തരത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ലോകം എന്നാണ്. It was sight that was so familiar in Russia at those time when child labor was too rampant and practiced. അപ്പോൾ ഇത്തരം കാഴ്ചകൾ അക്കാലത്ത്, ഈ കഥ എഴുതുന്ന കാലഘട്ടത്തിൽ, ആന്റൺ ചെക്കോവിൻ്റെ ഈ കാലഘട്ടത്തിൽ റഷ്യയിൽ വളരെ പരിചിതമായ കാഴ്ചകളായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ബാലവേല വളരെയധികം പടർന്നു പിടിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അത് എന്ന്. ദ ഇന്നസെന്റ് ഇമേജ് ഓഫ് വാങ്ക ലീവ്സ് ആൻ ഇൻഡെലിബിൾ മാർക്ക് അപ്പോൺ ദ കൺസൈൻസ് ഓഫ് എൻ്റർ ഹ്യൂമാനിറ്റി. അപ്പോൾ മനുഷ്യ മനസ്സിനെ, അല്ലേ, ഓർമ്മപ്പെടുത്തുന്ന, ഇത്തരം ബാലവേലകളുടെ ക്രൂരതകളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു നിഷ്കളങ്കമായ ചിത്രമാണ് യഥാർത്ഥത്തിൽ വാങ്ക എന്ന് പറയുന്ന കുട്ടിയിലൂടെ ആന്റൺ ചെക്കോവ് വരച്ചു ചേർക്കാൻ ശ്രമിച്ചത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് വാങ്കാസ് ഗ്രാൻഡ് ഫാദർ കോൺസ്റ്റന്റൈൻ മക്കാറിച്ച്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചാണ്, വാങ്കയുടെ ഗ്രാൻഡ് ഫാദർ കോൺസ്റ്റന്റൈൻ മക്കാറിച്ചിനെ കുറിച്ചാണ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് കൂടിയാണ് ഇത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. നമുക്ക് നോക്കാം എന്താണ് ഗ്രാൻഡ് ഫാദർ.
Vanga's grandfather was a night watchman on the estate of a rich family. ഇപ്പോൾ വാങ്കയുടെ ഗ്രാൻഡ് ഫാദർ കോൺസ്റ്റന്റൈൻ മെക്കാറിച്ച് ഒരു നൈറ്റ് വാച്ച്മാൻ ആണ്. ഒരു സമ്പന്ന കുടുംബത്തിലെ എസ്റ്റേറ്റിലെ നൈറ്റ് വാച്ച്മാൻ ആണ് അദ്ദേഹം. ഹി വാസ് എ സ്മോൾ ലീൻ ഓൾഡ് മാൻ എബൌട്ട് 65. അപ്പോൾ വളരെ വലുപ്പം കുറഞ്ഞ മെലിഞ്ഞ വൃദ്ധനായ ഒരു വ്യക്തിയാണ്. 65 വയസ്സോളം അദ്ദേഹത്തിന് പ്രായമുണ്ട്. ബട്ട് ഹി വാസ് ലൈവ്ലി ആൻഡ് എജൈൽ എന്ന ആൾ വളരെ എനർജറ്റിക് ആണ്, വളരെ സ്പീഡപ്പായിട്ട് വളരെ വേഗത്തിൽ ചലിക്കുന്ന, സഞ്ചരിക്കാനൊക്കെ കഴിയുന്ന എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹി ഹാഡ് എ സ്മൈലിംഗ് ഫേസ് ബട്ട് ഹിസ് ഐസ് വർ ബ്ലിയറി വിത്ത് ഡ്രിങ്ക്. എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖമാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ കണ്ണുകളുടെ തിളക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം മദ്യപാനം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം. During daytime, he slept in the dark kitchen or spent time joking with the cook and the kitchen maid. പകൽ സമയങ്ങൾ അദ്ദേഹം എന്താ ചെയ്യാറ്? ഈ സ്ലെപ്റ്റ്, അദ്ദേഹം ആ കിച്ചണിന്റെ തൊട്ടടുത്തുള്ള ആ സ്ഥലത്ത് എന്ത് ചെയ്യാറാണ്? അദ്ദേഹം ഉറങ്ങാറാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ജോക്കിംഗ് വിത്ത് ദ കുക്ക്, കിച്ചണിൽ വർക്ക് ചെയ്യുന്ന കുക്കുകളോട് എന്ത് ചെയ്യും? തമാശകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മെയ്ഡ്സിനോട് തമാശ പറഞ്ഞിട്ടൊക്കെ ചിലവഴിക്കാറാണ് അദ്ദേഹം ചെയ്യാറ്. ഇൻ ദി നൈറ്റ് ഹി വോർ എ ഷീപ്പ് സ്കിൻ കോട്ട്. ഇനി രാത്രിയാണല്ലോ അദ്ദേഹത്തിന് ജോലി. അപ്പോൾ രാത്രി അദ്ദേഹം എന്ത് ചെയ്യും? ഷീപ്പ് സ്കിൻ കോട്ട് ധരിക്കും. അല്ലെ, ചെമ്മരിയാടിൻ്റെ രോമക്കുപ്പായം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടുണ്ടായ ആ ഷീപ്പ് സ്കിൻ കോട്ട് ധരിക്കും. വാക്ക് അറൗണ്ട് ദ എസ്റ്റേറ്റ് മേക്കിംഗ് സൗണ്ട് വിത്ത് ഹിസ് റാറ്റിൽ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു റാറ്റിൽ ഉണ്ടാവും. അതിങ്ങനെ തിരിച്ച് ശബ്ദമുണ്ടാക്കി അദ്ദേഹം എസ്റ്റേറ്റിലുടനീളം എന്ത് ചെയ്യും? സഞ്ചരിക്കും രാത്രി. വിത്ത് ഹിം ദർ യൂസ്ഡ് ടു ബി 2 dogs. ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ 2 dogs അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. 2 പട്ടികൾ അദ്ദേഹം വളർത്തുന്നുണ്ട്. അവ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. വൺ വാസ് ഓൾഡ് കാഷ്ടാങ്ക. അതിൽ ഒരു ഡോഗ് ആരാണ്? കുറച്ച് പ്രായമുള്ള കാഷ്ടാങ്ക എന്ന പേരുള്ള ഒരു ഡോഗാണ്. ദ അതർ വാസ് ഈൽ. രണ്ടാമത്തെ ഡോഗിൻ്റെ പേര് ഈൽ എന്നാണ്. ഹിസ് റാറ്റിൽ വുഡ് ബി ടൈഡ് ടു ഹിസ് ബെൽറ്റ്. ഈ ശബ്ദമുണ്ടാക്കുന്ന റാറ്റിൽ, അദ്ദേഹം ഇങ്ങനെ തിരിച്ചൊച്ച ഉണ്ടാക്കുന്നൊരു സാധനമാണ് റാറ്റിൽ. അപ്പോൾ റാറ്റിൽ അദ്ദേഹം തൻ്റെ ബെൽറ്റിൽ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കെട്ടിവെച്ചിട്ടുണ്ടാവും. ഹി ലൈക്ഡ് ടു ലോഫ് ആൻഡ് പ്ലേഫുള്ളി പിഞ്ച് ദ മെയ്ഡ് ആൻഡ് കുക്സ്. അപ്പം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വിനോദമുള്ള പരിപാടികളൊക്കെയാണ് എന്ത്? തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക ആരോടും? കുക്കിനോടും മെയ്ഡിനോടും. ചിലപ്പോൾ പിൻ ചെയ്യും, അല്ലേ, അവരെ നുള്ളുകയൊക്കെ ചെയ്യും, എന്നിട്ട് കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യും. ഹി വുഡ് ഷോ ഹി സ്നഫ് ബോക്സ് ആസ് ദ വുമൻ ടു ടേക്ക് എ നിപ്പ്. ചിലപ്പോൾ അദ്ദേഹം തന്നെ സ്നഫ് ബോക്സ്, അദ്ദേഹത്തിന് മൂക്കിൽപ്പൊടി ഉണ്ട്, ആ മൂക്കിൽപ്പൊടിയുടെ ബോക്സ് എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? ആ സ്ത്രീകളോട് അതൊന്നൊരു നുള്ളെടുത്ത് വലിക്കാനൊക്കെ അദ്ദേഹം പറയും. ദ വുമൺ വുഡ് ടേക്ക് സം സ്നഫ് ആൻഡ് ദെയർ ഇൻ ടു ദെയർ നോസ്ട്രിൽസ്. ചിലപ്പോഴൊക്കെ ആ സ്ത്രീകൾ എന്ത് ചെയ്യാറുണ്ട്? ഇയാളുടെ ഈ സ്നഫ് ബോക്സിന് സ്നഫ് എടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? അവരുടെ മൂക്കിൽ വലിക്കാറുണ്ട് എന്ന്. ദേ വുഡ് സ്നീസ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? തുമ്മും. Grandpa would be shouting, laughing with joy. ഇത് കണ്ടിട്ട് ഗ്രാൻഡ്പ എന്ത് ചെയ്യും? ഒച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് ഒച്ച വെച്ചിട്ട് അദ്ദേഹം ചിരിക്കും. ഗുഡ് ഫോർ ഫ്രോസൺ നോസ്. അദ്ദേഹം പറയും, ഈ തണുപ്പത്ത് ഇങ്ങനെ മരവിച്ചിരിക്കുന്ന മൂക്കിന് വളരെ നല്ലതാണ് എന്ത്? ഈ സ്നഫ് എന്ന്. ഹി ഈവൻ ഗേവ് സ്നഫ് ടു ഹിസ് ഡോഗ്സ്. ചിലപ്പോഴൊക്കെ അദ്ദേഹം തൻ്റെ 2 dogs ഉണ്ടല്ലോ, കാഷ്ടാങ്കയും, അവർക്ക് എന്ത് കൊടുക്കാറുണ്ട്? ഈ സ്നഫ് കൊടുക്കാറുണ്ട്. ഹി വാസ് ഫൺ ലവിങ് ഓൾഡ് മാൻ. വൃദ്ധനാണെങ്കിലും ആളൊരു വലിയ തമാശക്കാരനും രസകരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഹി സെൻഡ് വാങ്ക ടു എ ഷൂമേക്കർ ടു മോസ്കോ ആൻ അപ്രന്റീസ്. എന്നാൽ തൻ്റെ ഗ്രാൻഡ് ചൈൽഡ് ആയിട്ടുള്ള വാങ്കയെ, 9 വയസ്സുള്ള വാങ്കയെ അദ്ദേഹം മോസ്കോയിലെ ഒരു ഷൂമേക്കറിൻ്റെ അടുത്തേക്ക് അദ്ദേഹം അയക്കുകയാണ് ചെയ്യുന്നത്, അവിടെ അപ്രന്റീസ് ആയിട്ട് ജോലി ചെയ്യാൻ. ദിസ് ആക്ഷൻ ക്യാൻ ബി ഇൻ്റർപ്രിറ്റഡ് ഇൻ 2 ways. ഇദ്ദേഹം ചെയ്ത ഈ പ്രവൃത്തിയെ നമുക്ക് 2 രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. വാങ്ക അയച്ചത് ശരിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് 2 രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാം, വ്യാഖ്യാനിക്കാൻ പറ്റും എന്നാണ്. മേ ബി ഹി വാണ്ടഡ് ദ ഓർഫൻ ബോയ് ടു ലേൺ ട്രേഡ് ടു മേക്ക് ലിവിങ് ഫോർ ഹിംസെൽഫ് വെൻ ഹി ഗ്രൂ അപ്പ്. ഒരു പക്ഷേ അനാഥനായ ഈ കുട്ടി, അല്ലേ, അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം കൂടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും നോക്കാനില്ലല്ലോ. അപ്പോൾ അവൻ എന്ത് ചെയ്യട്ടെ? ലേൺ എ ട്രേഡ്, ഒരു തൊഴിൽ പഠിക്കട്ടെ, അങ്ങനെ സ്വന്തം കാലിൽ നിന്ന് ജോലി ചെയ്ത് ജീവിക്കട്ടെ, അങ്ങനെ വലുതാകുമ്പോൾ സ്വന്തമായിട്ടൊരു ഏണിങ്സ്, സമ്പാദ്യമൊക്കെ നേടാൻ സാധിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അദ്ദേഹം എന്ത് ചെയ്തത്? വാങ്കയെ മോസ്കോയിലെ ഷൂ മേക്കറുടെ അടുത്തേക്ക് അപ്രന്റീസായിട്ട് അയച്ചത് എന്ന് നമുക്ക് പരിഗണിക്കാം.
ബട്ട് സം മേ തിങ്ക്, എന്നാൽ ചിലപ്പോൾ ഇങ്ങനെയും ചിന്തിക്കുന്നത്, ഹി വാസ് റണ്ണിങ് അവേ ഫ്രം റെസ്പോൺസിബിലിറ്റി ഫോർ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഓർഫൻ ഗ്രാൻഡ് സൺ. അനാഥനായിട്ടുള്ള തൻ്റെ ഈ പേരക്കുട്ടിയെ നോക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് അയാൾ എന്ത് ചെയ്യുന്നു, റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് റണ്ണിങ് അവേ, ഒളിക്കുകയായിരുന്നു അയാൾ ചെയ്തത്. അയാൾ നല്ല മനുഷ്യനല്ല, ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ആ കുട്ടിയെ അയാൾ എന്ത് ചെയ്യണമായിരുന്നു, നോക്കി വളർത്തണമായിരുന്നു, ഇങ്ങനെ ഒരു ക്രൂരൻ്റെ കയ്യിലേക്ക് പറഞ്ഞയക്കരുതായിരുന്നു. അത് അയാളുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് എന്ന് നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യാം. Whatever is the case, grandfather is fun-loving fellow that makes us laugh with his antics. എന്തായാലും ഇതെന്തൊക്കെ തന്നെയാണെങ്കിലും ഗ്രാൻഡ് ഫാദറിനെ നമുക്ക് എടുക്കുകയാണെങ്കിൽ ആളൊരു രസകരമായ കഥാപാത്രമാണ്, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വളരെ ഹാപ്പിയാണ്. ഈ കഥ വായിക്കുന്നത് നമുക്കൊരു ഇത്തിരി തമാശ തോന്നുന്ന ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷന്, അല്ലെ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ, പ്രവർത്തികളും ഒക്കെ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ നമുക്ക് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ, ലൈക്ക് അടിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു അധ്യായവുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ ബൈ.